ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഞാൻ ഫസ്റ്റ് തൊട്ട് പറഞ്ഞുതരാം. നാഗാലാൻഡിലാണുള്ളത്. സംഭവം എന്താ വെച്ചാൽ നമ്മളിന്ന് വൈകുന്നേരമാണ് ദിമാപൂർ വന്നിറങ്ങിയത്. ഓക്കെ, നാട്ടിൽ നിന്നുള്ള ട്രെയിനിൽ നേരെ ദിമാപൂർ വന്നിറങ്ങി ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ അറിയണത് രാത്രി ബസ് ഉണ്ടാവില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വന്നത് നാഗാലാൻഡ് ഫെസ്റ്റിവലിനാണ്, ഹോൺബിൽ ഫെസ്റ്റിവൽ. എല്ലാ കൊല്ലത്തിലും ഡിസംബർ 1 മുതൽ 10 വരെയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ഉണ്ടാകുക. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനാണ് നമ്മൾ വന്നത്. അപ്പം എന്തുണ്ടായി, അപ്പം ഇപ്പം നമ്മൾ ലേറ്റായിട്ട് 5-ാം തീയതിയാണ് എത്തിയത്. ഇനി ഒരു 5 ദിവസം കൂടി, 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോവുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് എന്താ വെച്ചാൽ ദിമാപൂർ എത്തിയപ്പം 6 മണിൻ്റെ മുമ്പോ 5 മണിൻ്റെ മുമ്പ് വരുന്നതിന് എന്നാലാണ് ബസ് ഉണ്ടാവുള്ളൂ. ബസ്സിന് നേരെ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽക്ക് പോവുകയാണെങ്കിൽ ആകെ 180 ഉറുപ്പ്യോളും. പക്ഷേ നമ്മൾ എന്ത് ചെയ്ത് ടാക്സി വിളിച്ച്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ ഒരു 400 ഉറുപ്പ്യ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ ടാക്സി വിളിച്ച്. അപ്പോൾ ടാക്സി വിളിച്ചാണ് നേരെ ഇവിടെ വന്ന് ഇറങ്ങി STBT എന്ന് പറഞ്ഞ സ്ഥലത്ത്. STBT എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നെ ഇനി നാളെ രാവിലെ പോവുകയാണെങ്കിൽ 50 ഉറുപ്പ്യ എടുത്താൽ മതി. ഇപ്പോൾ പോവുകയാണെങ്കിൽ ഒരാൾക്ക് 350 കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ നിലവിലുള്ളത് ഒച്ചപ്പാടുണ്ടാക്കണം. ഇപ്പം നമ്മൾ നിലവിലുള്ളത് നാഗാലാൻഡിലെ കോഹിമയിലെ STBT എന്ന് പറഞ്ഞ ഏതൊരു സ്ഥലത്താണ്. ഇവിടെ ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. ഇവിടെ നാളെ രാവിലെയാണ് ഇവിടെ നമ്മൾ ഹോൺബിൽ ഫെസ്റ്റിവൽക്ക് പോണ ബസ് വരുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ കാട്ടേ വിചാരിച്ചിരിക്കാൻ. കാരണം നല്ല തണുപ്പുണ്ടോ, തണുപ്പ് പറഞ്ഞാൽ പൊരന്തണുപ്പ്, എത്രയോ സെൽഷ്യസ് ഉണ്ട്. പക്ഷേ എന്തായാലും ഓക്കെ, ഞാൻ ഇവിടെ തൊട്ടിലിട്ടാണ് കിടക്കുക വിചാരിച്ച്. അപ്പം നമ്മളെ ഏതായാലും ഒരു കിടിലം മൂവ്മെൻറ്റ്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് നടന്നാലോ, 14 കിലോമീറ്റർ ഉണ്ട്, പക്ഷെ നടക്കൽ അസാധ്യമല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ തൊട്ടിലെട്ടി കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്താണ് ചെയ്യണമെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ചെയ്യാൻ പോണത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പോൾ തൊട്ടിൽ കെട്ടാൻ വിചാരിച്ചത് എവിടെ വെച്ചാൽ ഫസ്റ്റത്തെ തൊട്ടിൽ ഇവിടെ മുതൽ ഇവിടെ വരെ, രണ്ടാമത്തെ ഇവിടെ മുതൽ അവിടെ വരെയാണ് കെട്ടാൻ വിചാരിച്ചത്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ അവിടെ കെട്ടുകയാണെങ്കിൽ അവിടെ ഇതില്ല, ചാർജറില്ല. ഇവിടെ നമ്മളതിൽ ഇതുണ്ട്, 3 പിൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫ്ലഗ് ഇങ്ങനെ കുത്തിയിട്ട് അവിടെ കൊണ്ടുപോയി കുത്താം. ഓക്കെ, ഇതിൻ്റെ 5ൻ്റെ ബാഗ്, ഇതിൻ്റെ ബാഗ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്നാല് ഹായ് ബ്രോ, ഹൗ ആർ യു, വാട്ട് ഈസ് യുവർ നെയിം? Benjamin. Yes. You from Nagaland. Nagaland? Yeah, from here. Oh, अच्छा. Simple taxi driver. हम इधर में सोना चाहिए, कल में बस जाएगा तो हमारे पास हैमक है. Okay. You can sleep here. It's free. It's free. Very nice people only. You can stay anywhere you want. I know. Very nice people in Nagaland. You can sleep anywhere you want. No tension. Aram se. I'm a famous YouTuber in Kerala. Okay. Nice to meet you. What's your name? Okay, Anash. Okay, Anash. Okay. This is Mohsin, my brother. Your brother. Okay. Thank you so much. Okay, bro. പിന്നെ ഒന്നാമത് പറയാനുള്ളത് എന്താ വെച്ചാൽ നാഗാലാൻഡിലെ പീപ്പിൾസ് മോനെ കിടിലൻ, അടിപൊളി ക്യാരക്ടർ. നമ്മൾ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ നമ്മൾ ചാമ്പൂലെ, അങ്ങനെ ഒരു പേടിയും പേടിക്കണ്ട. നാഗാലാൻഡിലെ പക്കാ ജനൂന് മനുഷ്യന്മാരാണ്. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല നാഗാലാൻഡിൽ പോയിട്ട് ചാമ്പിന്നൊന്നും. കാരണം അത്രക്കും നൈസ് പീപ്പിൾസാണ്. അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇൻ്റെ ബാഗ്, മസാജർ, ഇന്ന് രാത്രി തിന്നാനുള്ള നാരങ്ങ, പിന്നെ ഇത് 5ൻ്റെ ജാക്കറ്റ് എടുത്തിനി. അവനോട് ജാക്കറ്റ് എടുക്കാൻ പറഞ്ഞിനി. ഞാൻ പറഞ്ഞു അവിടെ തണുപ്പൊന്നും ഉണ്ടാവില്ല, ചൂടാണെന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് എടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പനി വയ്ക്കുന്നത്. സാരില്ല. ഇത് 5ൻ്റെ ബാഗ്, ഇത് എൻ്റെ ബാഗ്, ഇത് നമ്മളെ ട്രിമ്മർ ഒക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തൊട്ടിലിട്ടാൻ പോവാണ്. അപ്പം ഞാൻ മൈക്കൊന്നും ഇവിടെ വെക്കട്ടെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സംസാരിച്ചും കൊണ്ട് തൊട്ടിലേട്ടോ. ഓക്കെ, ദൂരല്ലേ. ഓൻ്റെ മോനെ തണുക്കുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ തൊട്ടിലാണ്. ഓക്കെ, ഇത് ഇവിടെ കൊള്ളാൻ മതിയാവും, ഇവിടെ സിമ്പിളായിട്ട് കൊള്ളും. ഇതിൻ്റെ ഉപകാരം തന്നെ ഇതാടാ. നമ്മൾ നാട്ടിലുള്ളവർക്കൊന്നും ഇതിൻ്റെ ഉപയോഗം എപ്പോഴും മനസ്സിലായില്ല. ഇത് വയ്ക്കുക, ഇത്രമാതിരി സാധനമുണ്ട്. ഇതിനങ്ങോട്ട് പുതച്ചുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു തണുപ്പിൻ്റെ തന്ത വന്നാലും നമുക്ക് ഒന്നും ചെയ്യാനില്ല. അത്രക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇത് കെട്ടാം. ഇത് നമ്മൾ ഇന്ന് ട്രെയിനിൽ നിന്ന് ഊരിയതാണ്. ഇതിപ്പോൾ എങ്ങനെയുടെ കെട്ട്. അല്ല അത് ക്യാമറ ഓഫാക്കണ്ടേ. ഇതെങ്ങനെ ഇപ്പോൾ കെട്ട്. സാധനം കെട്ടി. ഏത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പം എന്താ ചെയ്യുക?
ആ അത് ശരിയാ. നമുക്ക് കമ്പിമക്ക് എൻ്റെ കെട്ടാം. എൻ്റെ കമ്പിമക്ക് കെട്ടാം. കമ്പിയൊക്കെ പക്കാണ് മോനെ, പക്ക സാധനം. അപ്പോൾ ഇത് അങ്ങോട്ട് കെട്ടല്ലേ. അപ്പം ഞാനിന്ന് അത് നോക്കില്ല എനിട്ടാ, ഞാൻ അവിടെയും തോന്നുന്നുണ്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ കെട്ടാൻ പോയിനടാ. സത്യം ഇവിടെ 2 കെട്ടിട്ട് അത് ഇവിടെ നിന്നോളൂ, സുഖസുന്ദരമായിട്ട്. എൻ്റെ കമ്പിമൊക്കെ ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇജില്ലേ സ്റ്റോറിയിലൊന്ന് വർത്താനം പറയായിട്ടേ ഓരോരുത്തർ ചോദിക്കട്ടാ ഇജ് ഊമയാണോ. ഇവനെ ഞാനിന്ന് ഇതിൽ വ്ളോഗിൽ പറയുമ്പോൾ ആൾക്കാരോട് പറയണായിട്ടോ പറയാം. ഞാനിന്ന് ഇവൻ്റെ സ്റ്റോറിയൊക്കെ ഇല്ല ഇവൻ്റെ സ്റ്റോറിയൊക്കെ ഇട്ടീന് കേട്ടോ, കുറേ അഞ്ചൻ്റെ ഒപ്പമുള്ള സ്റ്റോറി. അപ്പോൾ എന്നിട്ട് ഇവനെ ഒന്നൊരു സംസാരിക്കില്ല. അപ്പം ഉണ്ട് ആൾക്കാർ ചോദിക്കണേ എൻ്റെ അഞ്ച ഊമയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഊമ ഇവിടെ കെട്ടിക്കെടുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഫീലിംഗ് ഇൻ ദ വേൾഡ് തന്നെയാണ്. അപ്പം ഇതിന് എത്ര ലാഭം കിട്ടി. തൊട്ടിൽ വാങ്ങിയതിൻ്റെ ശേഷം മോനെ കുറച്ചൊന്നല്ല, ഇപ്പോൾ ഏകദേശം ഒരു 10, 20, 30, 40,000 ലാഭം കിട്ടിയിട്ടുണ്ടാവും. അത്രക്കും ഉപകാരമാണ്, മനസ്സിലായ. തൊട്ടിൽ ഏതാ സാധനം നിങ്ങൾ വിചാരിച്ചേ. അപ്പം നമ്മളെ ഒന്നാമത്തെ ഫുള്ള് തെറ്റായി. നമ്മളെ ഒന്നാമത്തെ തൊട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഞാൻ കെടുക്കാൻ വിചാരിച്ചത്. ഇതിന് പുതപ്പിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡ് ഇതായിട്ട് ഇങ്ങനെയാണ് പുതച്ചിട്ടുണ്ടെങ്കിൽ ഒരു തണുപ്പും തട്ടൂല, പുഷ്പം പോലെ ഇങ്ങനെ കിടന്നുറങ്ങാം, മനസ്സിലായ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത അതാണ്. ഞാൻ എന്തായാലും നല്ല ചൂടുണ്ട് ഉള്ളിൽ, സത്യം ഉള്ളിൽ നല്ല ചൂടാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പണിയിലാണ്, ഒന്ന് സെറ്റായാൽ. കാരണം എന്താ വെച്ചാൽ ഇത് ചൈനയിൽ നിന്ന് ഇറക്കുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ ഓലൊക്കെ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാവും. ഇനി അടുത്തത് നമ്മൾ അഞ്ചൻ്റെ തൊട്ടിലാണ്. ഈ തൊട്ടിൽ ഇവിടെ അടുത്ത് ഒരു ടീം അയച്ചു തന്നതാണ്. അപ്പോൾ അഞ്ചൻ്റെ തൊട്ടിൽ പിന്നെ എനിക്ക് ഒരു ചങ്ങായിണ്ട് ഉസ്ബെക്കിസ്ഥാനിലുള്ള, ഓന് ഗിഫ്റ്റ് തന്നതാ. പക്ഷേ ഈ തൊട്ടിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മറ്റേതിൻ്റെ അത്ര ഇതില്ല കേട്ടോ, ഓപ്ഷൻ ഇല്ല കേട്ടോ. ഐ മീൻ പുതയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം അഞ്ചിന് പുതപ്പ് കൊണ്ടുവന്നാണ് കണ്ട. ഓൾക്ക് പിന്നെ ഭയങ്കര ഇതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നേ ഓൾക്ക് തണുപ്പ് പറ്റൂല, ഫാൻ പറ്റൂല, അങ്ങനത്തെ ഓരോ അസുഖങ്ങളാണ്. അപ്പോൾ ഓൻ ആദ്യം ഇത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഞമ്മ എന്ത് ചെയ്ത് പുതപ്പ് ഓൻക്കുണ്ട്. അപ്പോൾ ഓൻക്കും സീനില്ല. പിന്നെ ഓന് ജാക്കറ്റും പുതപ്പും കൂടിയാണ്. അപ്പോൾ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാം. അപ്പം നമുക്ക് രണ്ടാമത്തെ തൊട്ടിൽ കേട്ടോ. ഓക്കെ, ഇതൊന്നും ഇവിടെ വെക്കണ്ടേ. തൂമഞ്ഞിത്തുള്ളി തൂകുന്നൊരു. എന്നാലും ഇന്ന് നമ്മൾ ഇവിടെ ഒരു മലയാളീസിനെ കണ്ടടോ. നമ്മൾ കശ്മീരിൽ നിന്ന് കണ്ടൊരു മലയാളീസ് ഉണ്ട്, ഓരെ കണ്ടെന്ന്. ഞാൻ ഈ കൊല്ലം തുടക്കത്തിൽ അവരെ കണ്ടീനി, ലാസ്റ്റും കണ്ട്. എന്തൊക്കെ അല്ലേ ഈ ട്രാവലിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്താ കിട്ടാത്ത കാറ്റുണ്ട് ആണ്ടാ. അയ്യോ, ഈ തൊട്ടിലാണ് നമ്മൾ എവിടേക്കേ കെട്ടിയ സാധനം എന്നറിയാം. ലക്ഷദ്വീപ് വെള്ളത്തിൻ്റെ അടിയിൽ. എങ്ങനെ? ഏത് വെള്ളത്തിൻ്റെ? നമ്മളെ ഇതിൻ്റെ അടിയിൽ, മറ്റേ എടോ കടലിൻ്റെ അടിയിൽ. അങ്ങനെ തുടങ്ങിയിട്ട് ഇതോരോ കയപ്പിന് എല്ലായിടത്തും കെട്ടി തൊട്ടില്ല, മനസ്സിലായേ. അപ്പം സുഖമായില്ല. അവിടുന്ന് കണ്ട് ഇത് വലിച്ചാൽ പോരെ. അവിടുന്ന് കണ്ട് ഇത് നമ്മളെ സി ടൈപ്പ് അല്ല, ഇത് ഇങ്ങനെ അടിയാ പോരെ. എടാ ഇത് ഫൈൻ കിട്ടിയാൽ ഞമ്മ അടിക്കുമോ? ഞമ്മ അടുത്ത് പൈസ ഉണ്ടല്ലോ, മനസ്സിലായ. ഇവിടെ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. ഇവിടുത്തെ ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. എന്താ ഉയരണ്ടായി ഇത്ര മതി. ഇത് കെടുക്കുമ്പോൾ റെഡി ആയിക്കോളൂ. ഇനി ഇതെടുത്ത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ
ആയി രാവിലെ ഞങ്ങളോടൊന്നും ചോദിക്കണ്ട. ഇത് നമ്മൾ ടെസ്റ്റ് അടിക്കുകയാണ്. ഇതെന്തായാലും ട്രെയിനിൻ്റെ അവിടെ കെട്ടിയ സാധനമല്ലേ, വെക്കൂലെന്ന് നമുക്ക് ഉറപ്പില്ലേ. ഇത് നമ്മൾ വിചാരിച്ചത് കെടുക്കാൻ ഒറ്റൻ്റെ ഇത് നമ്മൾ കെടുക്കാൻ വിചാരിച്ച എങ്ങനെ വെച്ചാൽ ഇങ്ങനെ കെടുക്കുക, എന്നിട്ട് ഈ പുതപ്പ് ഇതിങ്ങനെ ഇട്ട് ഒരു ജാക്കറ്റ് ഇട്ടാണ്ട് കിടന്നുണ്ടെങ്കിൽ അത്രയും സുഖം പിന്നെ ജന്മത്ത് കിട്ടൂല. കണ്ടാ ഇത് ഭയങ്കര സ്വസ്ഥായിട്ട് കിടക്കടാ, സുന്ദരായിട്ട്. ഓ തണുപ്പൊന്നും അറിയില്ല, റൂമൊക്കെ വെറുതെ എടുക്കുക. ഇത് ഞാൻ വീഡിയോ എടുത്ത് എന്താ വെച്ചാലേ ഇങ്ങനത്തെ ഒക്കെ ചില സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കണം, മനസ്സിലായ. ഇനിയിപ്പോൾ നമ്മളെ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് രണ്ടാൾക്കും എന്ത് കിട്ടൂല, ഫോണ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷന്. ഓക്കെ, അതിന് നമ്മളൊരു പുതിയ ബുദ്ധിയായിട്ട് വന്നാണ് ഈ പ്രാവശ്യം നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, ഈ സാധനം. ഇത് ട്രെയിനിൽ യൂസ് ചെയ്യാനാണ് നമ്മൾ കൊണ്ടുവന്നത്, പക്ഷേ ഇത് ഇവിടെയും കൂടി ഉപകാരപ്പെടുകയാണ് ഗൈസ്. ഇതെന്താ വെച്ചാൽ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അധികം കയറിയല്ല, കേടെന്നാ. ഇതിവിടെ കുത്തുക, ചെറിയൊരു ഇഷ്യൂ. ഇതിവിടെ കുത്തുക, ഇതൊരു ചെറിയ കെട്ടി കൊടുക്കണ്ടല്ലോ. ഏത് ഇല്ല, ഇത് കിട്ടി. തുള്ളി തൂകുന്നവരി എല്ലാ സെറ്റപ്പ് ആയിട്ടാണ് വന്നാൽ എന്ത് ഡ്രാഹത്തിൽ പോകാന്നറിയാം എങ്ങോട്ടും. ഇതൊക്കെ ഇപ്പോൾ ട്രാവൽ ബൈ ചിത്രൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടാവും, സുന്ദരമായിട്ടുണ്ടാവും. ട്രാവൽ ബൈ ചിത്രമാണ് സമ്മതിക്കണല്ലേ സിനിമ. ട്രാവൽ ബൈ ചിത്രം വേറെ തന്നെ ഒരു സാധനം. അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയല്ലേ ഇതൊക്കെ അനുഭവിച്ച് പോണത്. ഇവിടെ നല്ല റേഞ്ചുള്ള സ്ഥലം കേട്ടോ, ഐ മീൻ നല്ല 5G ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ വ്ളോഗ് കാര്യങ്ങൾ എന്തിടണമെങ്കിലൊക്കെ അപ്പോൾ സ്പോട്ടിൽ ഇടാം, മനസ്സിലായ. ഓക്കെ, അതാ അപ്പം ഇതുമായി. ഇത്ര ലെങ്ത് ഇല്ലല്ലോ, ഇവിടെ എവിടെയും ഇടാനുള്ള സ്ഥലമില്ല. ഇത് മതിയില്ലേ, ഇത് നമ്മൾ എപ്പോഴും ചാർജ് ചെയ്യുന്നില്ലല്ലോ, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒക്കെ ആയിരിക്കാം, നമുക്ക് ഇനി ഇരുന്നാണ്ട് ഒരു ബെഞ്ചും ഇങ്ങോട്ട് ഇട്ടാൽ പോരെ, എന്നാലും കുഴപ്പമില്ല. സീനില്ല ഹലോ. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ വ്ളോഗ്. നമ്മൾ അപ്പോൾ ഒന്ന് നാഗാലാൻഡ് വന്നതിന് ശേഷം ഇവിടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യണേ. ഇനി അടുത്ത വ്ളോഗ് എന്താ വെച്ചാൽ നാളെ നമ്മൾ ഈ ഹോർണിൽ ഫെസ്റ്റിവൽക്ക് പേര് പറഞ്ഞു, ഹോർണിവൽ ഒന്നുമല്ല, ഹോൺബിൽ ഫെസ്റ്റിവൽക്ക് പോകുന്നുണ്ട്. അവിടുത്തെ വ്ളോഗ് ഇൻഷാ അല്ലാ എന്തായാലും വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ആലോചിക്കുക, ബുദ്ധി പ്രയോഗിക്കുക. ഓക്കെ, അപ്പം വീഡിയോ അക്കൗണ്ട് എല്ലാവരും യൂട്യൂബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നാളെ മിക്കവാറും കൃത്യം മറ്റേ ഹോൺബിൽ ഫെസ്റ്റിവലത്തെ എല്ലാ വീഡിയോയും ഇൻഷാ അല്ലാ വരും. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റാ.